ഓപ്പറേഷൻ കമലം, അതിനുശേഷം BJPയുടെ പുതിയ ഓപ്പറേഷൻ ശ്രീലേഖ. സത്യത്തിൽ CPM മൂട്ടി തീ പിടിച്ചതുപോലെ ഓടുകയാണ്. കോടികളുടെ അഴിമതി പുറത്തു വരുമോ എന്നുള്ള ഒരു വല്ലാത്ത ഭയം CPMനെ അലട്ടുന്നുണ്ട്. കാരണം ഒന്നുമില്ല, വെറും നിസ്സാരമായ ഒരു അഴിമതി കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്, പുറത്തു കൊണ്ടുവരുന്നത് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ MLAയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു VK പ്രശാന്ത്. എനിക്ക് ഇവിടെ സ്ഥലം വേണം, എൻ്റെ ഫയലുകൾ കക്കൂസിൽ സൂക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് കാലാവധി കഴിയാതെ ഞാൻ ഇറങ്ങില്ല എന്ന് പറയുന്നു. കാലാവധിയുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 300 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ MLA കൊടുക്കുന്ന വാടക 850 രൂപ. തലസ്ഥാനത്തെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. MLAയുടെ ഇതുവരെ കണക്ക് കൂട്ടുമ്പോൾ എത്ര രൂപ കിട്ടേണ്ടിടത്താണ് ഇത്രയും നിസ്സാര തുകയിൽ MLA ഈ കള്ളക്കളികൾ, ഈ കോടികൾ ഇങ്ങനെ പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ എന്താ DGP ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. BJPയുടെ മേയർ പദവി കിട്ടാത്തത് കൊണ്ട് ശ്രീലേഖയ്ക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്, അതിൻ്റെ ഇത് ശ്രീലേഖ കാണിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് CPM ഇങ്ങനെ കിടന്ന് സമാധാനമില്ലാതെ ഓടുകയാണ്. ഒരു ചെറിയ ചിരിയിലൂടെ അതിനെല്ലാം ഒതുക്കി പൊളിച്ചടിക്ക് കയ്യെ കൊടുത്തിരിക്കുകയാണ് ശ്രീലേഖ. ഓപ്പറേഷൻ ശ്രീലേഖ എങ്ങനെ കത്തുന്നുണ്ടോ? ഓപ്പറേഷൻ ശ്രീലേഖ ഗംഭീരമായിരുന്നു. കാരണം നമ്മൾ എന്താ വിചാരിച്ചത്, അവരൊരു ബ്യൂറോക്രാറ്റ്, ഈ സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് നിൽക്കുന്നവർക്ക് ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയില്ല, അങ്ങനെയാണ്. പിന്നെ ഇവർ BJP ചേരുന്നു, അവിടെ കോർപ്പറേഷനിൽ മത്സരിക്കുന്നു. കോർപ്പറേഷൻ മത്സരിക്കാൻ പോകുമ്പോൾ പലരെയും വോട്ട് തേടി വീടുകളൊക്കെ ചെല്ലും. അപ്പോഴും തന്നെ നമുക്ക് ഇവർക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് BJP വിജയാഹ്ലാദം സംഘടിപ്പിച്ചല്ലോ, അന്ന് ഒരു കൊടി കൊണ്ടുപോയി BJPയുടെ കൊടി കൊണ്ട് ശ്രീലേഖയുടെ കൊടുത്തു. ശ്രീലേഖ എന്താ ചെയ്തതെന്ന് കണ്ടോ? നിന്ന് ഡാൻസ് കളിക്കായിരുന്നു. ഒരു DGP പദവിയിലിരുന്ന ശ്രീലേഖയ്ക്ക് ആ വിജയം ചിന്തിക്കാനില്ല. ഭയങ്കര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് കൊടിയൊക്കെ പിടിച്ചിട്ട് അർമാദിച്ച് ഡാൻസ് കളിച്ചു. പിന്നീട് എന്താ പറയുക, ശ്രീലേഖ മേയറാകുമെന്ന് പറഞ്ഞു. എല്ലാവരും കരുതി, അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ പേരായില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരനായിട്ട് വന്ന VV രാജേഷിലേക്ക് മേയർ പദവി എത്തി. അപ്പോൾ ഉടനെ മാധ്യമങ്ങൾ അതുപോലെ തന്നെ CPM ഒക്കെ പറഞ്ഞു, കണ്ടോ ഇവർ തമ്മിൽ ഉടക്കായി ഭയങ്കര പ്രശ്നം. അന്നേ പറഞ്ഞിരുന്നു BJPയുടെ ലക്ഷ്യം ഒരു മേയറാക്കുക അല്ല ശ്രീലേഖ, അതിനപ്പുറത്തേക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ ഈ IPSൽ നിന്നൊക്കെ വന്ന പലരും BJPയിൽ ചേർന്നെങ്കിലും അവരാരും അവിടെ ക്ലച്ച് പിടിച്ചു എന്ന് പറയില്ല. പക്ഷെ ശ്രീലേഖ അങ്ങല്ല, അതിനപ്പുറത്തേക്ക് വന്നു. ഇവിടെ സംഭവിച്ചത് എന്താ, VK പ്രശാന്ത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസ് കെട്ടിടം എത്രയോ കാലമായിട്ട് MLA ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു. 300 സ്ക്വയർ ഫീറ്റാണ് ആ കെട്ടിടം. ആ സ്ക്വയർ ഫീറ്റിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ 25,000 മുതൽ 50,000 രൂപ വരെ കൊടുക്കാം. MLA എന്ന നിലയിൽ പ്രശാന്തിന് 68,000 രൂപ വരെ സർക്കാരിൽ നിന്ന് എഴുതിയെടുക്കാം ഈ ഓഫീസ് വാടക, IT, കറണ്ട് അറിയാം. പക്ഷേ ഇവിടെ വാടക കൊടുക്കുന്ന 1000 രൂപയിൽ താഴെയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായി MLA ആയി നിൽക്കുന്ന VK പ്രശാന്ത് ഈ ഓഫീസ് ഉപയോഗിക്കുകയും അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുടുസുമുറി ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കൗൺസിലർക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ആ കൗൺസിലർ അങ്ങോട്ടേക്ക് പോയില്ല. ശ്രീലേഖ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ആ കോർപ്പറേഷൻ കൗൺസിലറുടെ ഫയലുകൾ തൊട്ടടുത്ത ബാത്റൂമിൽ സൂക്ഷിച്ച് വെക്കുന്നു, സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ VK പ്രശാന്തിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ സ്ഥലം നിങ്ങൾ ഒഴിയുമ്പോൾ ഒന്ന് വിട്ടുതരുമോ, എപ്പോഴാണ് ഒഴിയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ 3 മാസമുണ്ട്, അല്ലെങ്കിൽ കരാറിൻ്റെ കാലാവധി കഴിയാൻ 3 മാസമുണ്ട്, ഈ രീതിയിൽ ചോദിച്ചു. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ശ്രീലേഖ പ്രശാന്തിനെ ഭീഷണിപ്പെടുത്തി ഓഫീസ് ഒഴിയാൻ നിർദ്ദേശിച്ചു. സത്യത്തിൽ ഒന്ന് ആലോചിക്കുക, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ കോർപ്പറേഷനുകളുടെ കീഴിൽ ഒരുപാട് കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. തലസ്ഥാനത്തെ കാര്യം മാത്രം എടുത്താൽ 250 രൂപ മുതലാണ് പണ്ടത്തെ കടമുറി വാടക. ഇന്നും അതേ പൈസയ്ക്ക് ആ കടമുറികളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓരോ ആളുകളിലേക്ക് കൈമാറി വരുമ്പോൾ 25,000, 50,000, 1 ലക്ഷം രൂപ വരെ വാടകയാണ്. അത്രയും വാടക കോർപ്പറേഷൻ കൊടുക്കേണ്ടതിന് പകരം തുച്ഛമായ പൈസ കൊടുത്തിട്ട് ഈ പൈസയൊക്കെ തന്നെ CPMൻ്റെ നേതാക്കൾ, മേയറായിട്ട് വരുന്ന VK പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ, ശിവൻകുട്ടി അവരുടെ കാലത്തൊക്കെ തട്ടിയെടുക്കുകയാണ്. ഭരിക്കുന്നത് എപ്പോഴും CPM ആയതുകൊണ്ട് ഈ വിവരം പുറത്തേക്ക് പോവില്ല. കോർപ്പറേഷൻ്റെ ഭരണം കയ്യിൽ നിന്ന് മാറില്ല. ഇത് BJP കൗൺസിലർമാർക്കറിയാം, അവിടുത്തെ ചില ഉദ്യോഗസ്ഥർക്കറിയാം. പക്ഷേ ഭരണം അവരുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം തെളിവുകൾ കിട്ടില്ല. ഇവിടെ VV രാജേഷ് മേയറാകുന്നു, ഡെപ്യൂട്ടി മേയറായിട്ട് BJPയുടെ ആശ വരുന്നു. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കണക്കുകളെല്ലാം ഇവരുടെ മുമ്പിലേക്ക് എത്തും. അപ്പം മഞ്ഞുമലയുടെ ഒരു തുടക്കം ശ്രീലേഖ എടുത്തിട്ടു. വളരെ സ്നേഹത്തോടുകൂടി ശ്രീലേഖയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ സ്നേഹപൂർവ്വമാണ് ശ്രീലേഖ പ്രശാന്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പറഞ്ഞു, പ്രശാന്ത് എൻ്റെ സഹോദരനെ പോലെയാണ്, എൻ്റെ മകന് തുല്യമാണ്. പ്രശാന്ത്, ഞാൻ എന്താ പറഞ്ഞത്, 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കാലാവധി കഴിയുമല്ലോ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്ഥലം വേണം, എൻ്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പ്രശാന്ത് ആകെപ്പാടെ മുഖമൊക്കെ വാടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ. തനിക്കറിയാലോ, തിരുവനന്തപുരംകാരിയാണല്ലോ, സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് ഒരു കടമുറിക്ക് എത്ര രൂപ വാടക കൊടുക്കേണ്ടി വരും. അപ്പോൾ കോർപ്പറേഷൻ്റെ കയ്യിലുള്ള കടമുറികൾ, ഓഫീസ് കെട്ടിടങ്ങൾ, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് കൈയടക്കി വെച്ചത് CPMകാരോ അവരുടെ അനുഭാവികളോ അവരുമായി ബന്ധപ്പെട്ട മുതലാളിമാരോ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സിജി. കാരണം തിരുവനന്തപുരത്ത് കാര്യമായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. തിരുവനന്തപുരത്ത് ഒരു കടയൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ മിനിമം ഒരു 10,000 രൂപ ഒരു മാസം. ഈ 10,000 രൂപ ലാഭം കിട്ടണമെന്ന് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ 10,000 രൂപയുടെ ലാഭം കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തുക കൊടുക്കണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന്റെ കറണ്ട് വാടക എല്ലാം നോക്കുമ്പോൾ ഒരു മാസം ഒരു സാധാരണക്കാരൻ, ഒരു
ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു 15 രൂപ ഒരു മാസം വാടക ഇനത്തിലും കറണ്ട് വെള്ളം ഇത് ഈ ഇനത്തിലും മാറ്റി വെക്കണം. ഇത് അലവൻസ് ഒന്നും നമുക്ക് എഴുതിയെടുക്കാനൊന്നും പറ്റില്ല. ലോൺ എടുത്തായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത്. ഇവിടെയാണ് ഈ ജനങ്ങള് പിന്നെ വോട്ടിട്ട് ജയിപ്പിച്ച ഇത്തരത്തിലുള്ള നേതാക്കന്മാരെന്ന് പറയുന്നവർ ജനങ്ങളെ എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ശ്രീലേഖ അവര് ഈ ഇലക്ഷനൊക്കെ നിൽക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദിയുമായി നല്ല അടുത്ത ബന്ധം അവർക്ക് ഉണ്ടാവണം. കാരണം ഇത്തരത്തിൽ എത്ര സിമ്പിൾ ആയാണ് ഒരു വലിയ കൊടിയ അഴിമതി അവർ പുറത്തു കൊണ്ടുവരുന്നത്. ഇതെല്ലാ പിന്നെ പാർട്ടിയിലെ ആളുകൾക്ക് ഇതൊരു മാതൃകയാകണം. മഴക്കൂടാനോ വെള്ളം വെക്കാനോ അടി വെക്കാനോ ഇതിനൊന്നിനും അവർ പോയില്ല. അവർ വളരെ സന്തോഷത്തോടെ ചെന്നിട്ട് നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ എനിക്കിത് വിട്ടു തരണം, ഇത്ര മാന്യമായിട്ട് അവർ പറഞ്ഞു. അതിനെ പ്രശാന്ത് മാധ്യമങ്ങൾക്ക് പിന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് വേറെ രീതിയിലായി വളച്ചൊടിച്ചു. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഞാൻ MLA ആണ് ഏറ്റവും വലുത്, കൗൺസിലർ അതിന് താഴെയാണ്, പിന്നെ DGP കളിക്കുകയാണ്, BJPയിലെ DGP കളിക്കുകയാണ്, മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ ഇത് കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ അവര് എന്തെങ്കിലും അഴിമതിയുടെ കാര്യം പറയുന്നില്ല, അവരൊന്നും പറയുന്നില്ല. നിങ്ങൾ ആ കെട്ടിടം ഒഴിയുമ്പോൾ എനിക്ക് വിട്ടു തരണം, ഇത്രേ പറയുന്നുള്ളൂ. പക്ഷെ പിന്നീട് VV രാജേഷ് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ്, കെട്ടിടം എത്ര രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തത്, ഇത്രയും നാൾ എത്ര രൂപയ്ക്കാണ് ഇത് പിന്നെ വാടക കൊടുത്തുകൊണ്ടിരുന്നത്, ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ, ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യത്തിൽ, മാലിന്യ പ്ലാന്റിന്റെ കാര്യത്തിലൊക്കെയുള്ള അന്വേഷണം ഞങ്ങളിതാ തുടങ്ങുകയാണ്. പിന്നെ കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ പരാതി നൽകിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രന്റെ പേരിൽ, അതും കൃത്യമായി പരിശോധിച്ച് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് പറയണം. മാത്രമല്ല ഈ പിന്നെ ശ്രീലേഖ IPSന്റെ ഒരു ജനപിന്തുണ BJP വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അവിടെ ഉള്ളവർക്കുണ്ടായിരുന്നതിനേക്കാൾ ജനപിന്തുണ അവർക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് BJPക്ക് അറിയാം. വട്ടിയൂർക്കാവൊക്കെ ഇപ്പൊ സെനി നേരത്തെ പറഞ്ഞത് 35,000 വോട്ടൊക്കെ ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാരിയാണ്. രാഷ്ട്രീയത്തിൽ വലിയ പരിജ്ഞാനമോ അത്ര രീതിയിലുള്ള ഒരു സ്വാധീനമോ ഒന്നും ഇല്ലാത്ത ഒരു ലേഡിയാണ് അവര്. ഒരു IPS ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പൊ അവർക്ക് ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു മേയർ ആയിട്ടിരിക്കുകയല്ല, അവര് ഒരു MLA സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരണം. കാരണം 3 മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ശ്രീലേഖ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ഈ ദിലീപിന്റെ വിഷയം വന്നതിന് ശേഷമാണ് ഇവരെ കൂടുതൽ, കാരണം ഇവർ ആ ജയിലിൽ പോയപ്പോൾ ദിലീപ് കടന്നതും, ദിലീപിനോട് ശത്രുത ഉള്ളവർക്ക് പോലും ദിലീപിന്റെ കാര്യത്തിൽ അന്ന് കുറച്ച് സിമ്പതി തോന്നിയത് ഇവരുടെ വാക്കുകളിലൂടെയാണ്. ഒരു വെറും പായിൽ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ മരണപ്പെട്ടു പോയതിനൊക്കെ അവർ പറയുകയുണ്ടായി. അപ്പൊ അതോടുകൂടി അവരുടെ ഒരു ഇമേജ് ഫുള്ള്, അതിന് മുൻപും അവരെ കുറിച്ച് അങ്ങനെ വലിയ അലിഗേഷൻസ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ഓപ്പറേഷൻ ശ്രീലേഖ എന്ന് പറയുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പം വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നിയമം എന്നൊക്കെ പറഞ്ഞാൽ BJPക്ക് സ്വാധീനമുള്ള, നിലവിൽ വട്ടിയൂർക്കാവിലെ MLA ആണ് ഈ പറയുന്ന VK പ്രശാന്ത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും VK പ്രശാന്തിനെ സംബന്ധിച്ച് ശ്രീലേഖ ഒരു ഭീഷണിയായിട്ട് വരുന്നത്. അവർ രാഷ്ട്രീയക്കാരൊന്നുമല്ല, പക്ഷെ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ ഒരു പിന്തുണ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ നേടിയെടുത്താൽ നാളെ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന മേഖലകളായ നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാം. ഇവിടെ VV രാജേഷ് എന്ന് പറയുന്ന മേയർ എന്താ പറഞ്ഞത്, ഞങ്ങൾ അധികാരം ഏറ്റെടുത്താൽ കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. 10-35 ദിവസം കഴിഞ്ഞു, 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എത്തുമായിരിക്കാം. അങ്ങനെ എത്തിയാൽ സംഭവിക്കുന്നത് എന്താ, സ്വാഭാവികമായിട്ടും കോർപ്പറേഷന് വേണ്ടിയിട്ട് കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കാം. ഈ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പാക്കുമെന്നും ഇത് ഞങ്ങൾ ചെയ്തു കാണിക്കുമെന്നും BJP പറഞ്ഞാൽ ഇത്രയും കാലം CPM മൂടി വെച്ചിരുന്ന അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു വരും. അപ്പോൾ ഇവിടെ VV രാജേഷിന് അപ്പുറത്തേക്ക് ശ്രീലേഖ ഇവിടെ വലിയ ജനപിന്തുണ നേടിയാൽ ഉള്ള ഗുണം, ഒരുപക്ഷെ ഈ പ്രശാന്തിന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയാൽ കൂടുതൽ ഇപ്പൊ ഈ 35,000-നും 50,000-നും ഇടയ്ക്ക് വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ഇതൊക്കെ പെടുന്നുണ്ട്. അത് CPM വലിയ ഭീഷണി. അതുകൊണ്ടാണ് ശിവൻകുട്ടി ആദ്യം പ്രതികരണമായിട്ട് വരുന്നു, കടകംപള്ളി വരുന്നു, ഇവരെന്തിനാ പേടിക്കുന്നത്? അപ്പൊ ഇത്രയും കാലം സ്വർണ്ണക്കൊള്ളയ്ക്ക് പോലും പേടിക്കാത്തവരാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് പേടിക്കുന്നത്. അപ്പൊ കോർപ്പറേഷന്റെ ഇത്രയും കാലത്തെ ഭരണത്തിനിടയിൽ ഈ മുഴുവൻ ഓഡിറ്റ് കണക്കുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊള്ളകൾ നടന്നു. കാലാകാലങ്ങളായിട്ട് CPM നടത്തുന്ന തട്ടിപ്പ്, കൊള്ള, ഈ പൈസയുടെ ഇടപാടുകൾ, ബിസിനസ്സുകാർക്ക് എങ്ങനെയാണ് ഈ കടമുറികൾ, സ്ഥാപനങ്ങളൊക്കെ മറിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം പുറത്തു വരും. ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ശ്രീലേഖ എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രീലേഖ ചിരിച്ച മുഖത്തോടെ പ്രശാന്തിനെ ചെന്ന് കണ്ടിട്ട്, ഞാൻ എന്താ പ്രശാന്തെ പറഞ്ഞേ, നിങ്ങൾ വിളിച്ച കാര്യം ഫോണിലുണ്ടല്ലോ, സൗമ്യമായല്ലേ സംസാരിച്ചേ, നിങ്ങൾ ആ ശബ്ദം പുറത്തേക്ക് വിടും, ആ ശബ്ദരേഖ പുറത്തേക്ക് വിടും എന്ന് പറയുമ്പോൾ പ്രശാന്തിന് പറയാനൊന്നുമില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ വലിയൊരു തെറ്റായ പ്രചരണം നടത്തും. ഈ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്താരാ? സോഷ്യൽ മീഡിയ. BJP അല്ല, സോഷ്യൽ മീഡിയ ചോദിക്കുന്നു, പ്രശാന്ത് എന്ന് പറയുന്ന MLAക്ക് എത്ര രൂപ ശമ്പളം, അയാൾക്ക് എത്ര രൂപ അലവൻസ്, ആ പൈസ
പൈസയ്ക്ക് എന്തുകൊണ്ട് എത്ര രൂപ കോർപ്പറേഷൻ കൊടുക്കുന്നു, ഇത്രയും നാൾ കോർപ്പറേഷനെ വെറ്റിച്ചുകൊണ്ട് ഈ പൈസ എന്ത് ചെയ്തു, ജനങ്ങൾക്ക് ഉപകാരമായി ചെയ്തെങ്കിൽ ആ കണക്ക് പുറത്തു വിടുമെന്ന് പറയുമ്പോൾ അവർ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് CPM-ന്റെ ഇത്രയും കാലത്തെ കോർപ്പറേഷനിലെ അഴിമതികൾ പുറത്തു വരാനായിട്ട് പോകുന്നു. ഞങ്ങൾ അതിന് തുടക്കം കുറിക്കുമെന്ന് രാജേഷ് പറഞ്ഞു. അപ്പൊ ചെറിയൊരു തുമ്പ് അല്ലെങ്കിൽ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ ഇപ്പം പുറത്തേക്ക് വന്നുള്ളൂ അല്ലേ? ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കും? ഇനി വലിയ എന്തായാലും വലിയ അഴിമതിയുടെ കഥകൾ CPM ഇത്രയും നാള് കോർപ്പറേഷൻ ഭരിച്ച CPM അഴിമതിയൊന്നും നടത്താതിരിക്കില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കണം. വലിയൊരു അഴിമതിയുണ്ട്, അതിന്റെ കോടികളുടെ അഴിമതിയുടെ കഥ എന്തായാലും പുറത്തു വരും. അത് മോദി ആയിരിക്കും അത് ചിലപ്പോൾ തലസ്ഥാനത്തോടെ അല്ലെങ്കിൽ കേരളത്തോടെ വിളിച്ചു പറയാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.